ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ BJR. മക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാ കുട്ടികൾക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പരീക്ഷ ഇങ്ങോട്ട് അടുക്കാറായില്ലേ? നമ്മുടെ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, വെറും ഇമ്പോർട്ടൻ്റ് അല്ലടാ, നിങ്ങളുടെ പരീക്ഷയിൽ ഈ ഒരു ചാപ്റ്റർ, അതായത് മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് അഥവാ ഗുണന സമവാക്യങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഉറപ്പായിട്ടും ചോദിക്കും എന്നുള്ള ഉറപ്പുള്ള അത്രയ്ക്ക് 100% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണാം. ക്ലാസ് കാണുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്തോളാം, ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ മാത്രമല്ല, നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കേട്ടിട്ടാണ് ഞങ്ങൾ അടുത്ത ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഏതാണ് ക്വസ്റ്റ്യൻ? ഈ ഒരു ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ചോദ്യം ഏതാണെന്ന് നോക്കാം അല്ലേ? വാ, ഇനി സമയം കളയണ്ട. ഇതാണ് ആ ക്വസ്റ്റ്യൻ. വരുന്ന ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്താ? ക്വസ്റ്റ്യൻ എന്താ? ചോദ്യം നന്നായിട്ട് വായിച്ചു നോക്കുക, ശ്രദ്ധയോടുകൂടെ വായിച്ചിട്ട് നമുക്ക് അതിന് ഉത്തരം കണ്ടുപിടിക്കാം കേട്ടോ. എന്താ നോക്കാം. 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം 621, തുക 50. ഈ ഓരോ സംഖ്യയുടെയും തൊട്ടടുത്ത 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം. ഇവര് വല്ലാത്ത ജാതി ആൾക്കാരല്ലേ. അതായത് ആദ്യം 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം തുക അല്ലേ, എന്താ പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് 621, സമ്മ് തന്നിട്ടുണ്ട് 50. എന്നിട്ട് പറയാണ് ഈ ഒറ്റ സംഖ്യകളുടെ വേണ്ട, ആ ഒറ്റ സംഖ്യ ഓഡ് നമ്പേഴ്സിന്റെ നെക്സ്റ്റ് നമ്പറിന്റെ, അതായത് നെക്സ്റ്റ് ഓഡ് നമ്പറിന്റെ പ്രൊഡക്റ്റ് മതി ഇത്. ഓല അങ്ങനെയൊക്കെ ചോദിച്ചാലും നമ്മൾ അങ്ങോട്ട് ചെയ്യും. എന്താ നോക്കിക്കോ, ഞാൻ പറഞ്ഞുതരാം. ചോദ്യം നന്നായിട്ട് വായിക്കുക. ഇവിടെ മിസ്സിങ് എന്ന സംഖ്യകൾ അറിയാം നമുക്ക്, ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് അറിയും. ആ ഓഡ് നമ്പേഴ്സ് അറിയെങ്കിൽ പിന്നെ ഈ ചോദ്യത്തിന് ആവശ്യമില്ലല്ലോ അല്ലേ? എന്തൊരു മണ്ടത്തരം. അപ്പൊ ചോദ്യത്തിൽ നമുക്ക് സംഖ്യകൾ അറിയത്തില്ല. അപ്പൊ ആദ്യത്തെ സംഖ്യ നമുക്ക് സംഖ്യകൾ, നമ്പേഴ്സിനെ നമുക്ക് എന്താ എടുക്കാം? ഓഡ് നമ്പേഴ്സ് അല്ലെ, നമ്പേഴ്സ് സംഖ്യകൾ, ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകൾ. ആദ്യത്തെ ഓഡ് നമ്പർ നമുക്ക് എന്ത് വിളിക്കാം? ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു നമ്പറിനെ, ഓഡ് നമ്പറോ ഈവൻ നമ്പറോ എന്ത് നമ്പറാണെങ്കിലും അറിയത്തില്ലെങ്കിൽ, കണക്കിൽ അറിയത്തില്ലെങ്കിൽ, ആ നമ്പറിന് പകരം നമുക്ക് വേറൊരു ലെറ്റർ, ഇംഗ്ലീഷിലൊരു ലെറ്റർ എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. അത് വെച്ചിട്ട് ആദ്യത്തെ ഓഡ് നമ്പർ ഞാൻ എന്ത് വിളിക്കാൻ പറയാം? നമ്മൾക്ക് എക്സ്. ആദ്യത്തെ ഓഡ് നമ്പർ എന്നാ വിളിക്കുന്നത്? എക്സ്. ആ എക്സിന്റെ അടുത്ത ഓഡ് നമ്പർ നമുക്ക് എന്ത് ചെയ്യാം? അതും അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് ഒറ്റ സംഖ്യയാണ്. അടുത്ത ഓഡ് നമ്പറിനെ ഞാൻ എന്ത് വിളിച്ചു? വൈ എന്ന് വിളിച്ചു. ഓക്കെ, അറിയാത്ത 2 ഒറ്റ സംഖ്യകൾ ഞാൻ എക്സ് എന്ന് വിളിച്ചു, ഒരുത്തനെ മറ്റവനെ വൈ എന്ന് വിളിച്ചു. അപ്പോൾ ഏതൊരു നമ്പർ അവിടെ ഉണ്ട്. ഓക്കെ, തൽക്കാലം ഇപ്പോൾ എക്സും വൈയും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കാം. ഇവയുടെ ഗുണനഫലം 621 ചോദ്യത്തിൽ പച്ച മലയാളത്തിലും, താഴത്തതാ ദ പ്രൊഡക്റ്റ് ഓഫ് 2 ഓഡ് നമ്പേഴ്സ് പച്ച ഇംഗ്ലീഷിലും പറഞ്ഞിട്ടുണ്ട് 621. അപ്പോൾ ഗുണനഫലം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും കൂടെ ഗുണിക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ, എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പം എക്സ് വൈ, ഇവിടെ ശരിക്കും ഇൻറ്റു ഇട്ടില്ലെങ്കിലും നമ്മൾ ഇൻറ്റു ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ എക്സ് ഇൻറ്റു വൈ എത്രയാണ്? 621 സീക്വൽ ടു 621. റെഡി ആണല്ലോ. ഇനി ഒരു സാധനം കൂടെ പിന്നെ ഒരു തന്നിട്ടുണ്ട്, തുക 50 ആൻഡ് ദെയർ സം 50. അവർ തമ്മിൽ ആ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഒരുത്തൻ എക്സ്, മറ്റവൻ വൈ, അത് രണ്ടും കൂടെ കൂട്ടിയാൽ അതാണ് തുക. സം എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? തുക എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? കൂട്ടുക എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എക്സ് കൂട്ടണം വൈ, കൂട്ടിയാൽ എത്ര കിട്ടും? 50. അപ്പൊ എക്സ് പ്ലസ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 50. റെഡിയാണോ? ചോദ്യത്തിൽ പറഞ്ഞ മാതിരി എക്സും വൈ എടുത്തു, ഗുണിച്ചു കഴിഞ്ഞാൽ 621 പറഞ്ഞുകൊണ്ട് എക്സ് ഇൻറ്റു വൈ നമുക്ക് എക്സ് വൈ എന്ന് എഴുതാം. അപ്പം എന്ത് ചെയ്യാം? 621 കൂട്ടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ സമ്മാണ്, അതാണ് മീനിങ് കേട്ടോ. അപ്പോൾ തുക 50. ഇനി നോക്ക്, ഇത് കിട്ടി. ഇതെല്ലാം നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ ചോദ്യത്തിലുള്ള സാധനം ശ്രദ്ധിച്ച് നിങ്ങൾ. ഈ ഓരോ ഒറ്റ സംഖ്യയുടെയും തൊട്ടടുത്തുള്ള 2 ഒറ്റ സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ് നെക്സ്റ്റ് ടു ഈച്ച്? ആ ഓഡ് നമ്പേഴ്സ് എല്ലാം ഏതാണെന്ന് കണ്ടുപിടിക്കൊന്നും വേണ്ട, അതിൻ്റെ അടുത്തുള്ള ഒറ്റ സംഖ്യ ഓഡ് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമ്മളെടുത്ത ആദ്യത്തെ ഓഡ് നമ്പർ എന്തായിരുന്നു? എക്സ് ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത ഓഡ് നമ്പർ, അതിൻ്റെ നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് ഓഡ് നമ്പർ ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള ഓഡ് നമ്പറിനെ നമുക്ക് എന്ത് വിളിക്കാം? പറ, നിങ്ങളൊന്ന് പറഞ്ഞടിക്കാം. ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എക്സ് ആണെങ്കിൽ അതിൻ്റെ അടുത്തുള്ള ഓഡ് നമ്പർ എപ്പോഴും എക്സ് പ്ലസ് 2 ആയിരിക്കും. അവിടെ നിങ്ങൾ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ, 1, 3, 5, 7 ഇങ്ങനെയല്ലേ ഓഡ് നമ്പേഴ്സ് വരിക.
അതായത് 2 കൂടിയിട്ടാണ് ഓരോരോ അടുത്ത ഓഡ് നമ്പേഴ്സിന്റെ ഗ്യാപ്പിലെ 2 കൂടിയാണ് എന്ത് ചെയ്യുന്നത് ഓഡ് നമ്പേഴ്സ് ഒറ്റ സംഖ്യകൾ ഉണ്ടാവുന്നത്. ഇനി അടുത്ത ഓഡ് നമ്പർ കിട്ടണമെങ്കിൽ 2 അല്ലേ കൂട്ടേണ്ടി. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ആദ്യത്തെ ഒറ്റ സംഖ്യ നമ്മൾ എക്സ് എടുത്താൽ അതിന്റെ അടുത്തുള്ള ഒറ്റ സംഖ്യ ഓഡ് നമ്പർ എത്രയായിരിക്കും? ഒരു 2 കൂട്ടുക വേണ്ടി. അപ്പൊ അടുത്തുള്ള സംഖ്യ എക്സ് ഉള്ളത് എന്താവും? x+2 ആയിട്ട് മാറും. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഓഡ് നമ്പർ നമ്മൾ y എടുത്തു. y എടുത്താൽ അതിന്റെ അടുത്ത ഓഡ് നമ്പർ എന്തായിരിക്കും? നിങ്ങൾ പറ. ഒരു 2 കൂട്ടേണ്ടി വരൂലേ? അപ്പൊ y-നോട് 2 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y+2. മക്കളെ, ഇതാണ് അതിന്റെ അടുത്തുള്ള 2 ഓഡ് നമ്പേഴ്സ്. സെറ്റ് അല്ലടാ. അങ്ങനെയാണെങ്കിൽ ഈ 2 നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് എന്താണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് എഴുതാം അല്ലെ. അപ്പൊ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലാണ്. അപ്പൊ ഇതാണ് അടുത്ത 2 ഓഡ് നമ്പേഴ്സ്. അപ്പൊ ഇത് തമ്മിൽ ഗുണിക്കണം, അതാണ് പ്രൊഡക്റ്റ്. അപ്പൊ ഏതെന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ചോദ്യം വായിക്കാൻ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് നെക്സ്റ്റ് ഓഡ് നമ്പർ? ആ നെക്സ്റ്റ് ഈച്ചിലെ ഓരോന്നിനും നെക്സ്റ്റ്. അപ്പൊ ഇത് രണ്ടും ഗുണിക്കണം. അപ്പൊ എങ്ങനെ ഗുണിക്കുന്നത് നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഗുണിച്ചുതരാം. ആദ്യം ഞാൻ x+2 ഇൻറ്റു അടുത്ത് y+2. ഞാൻ 2 ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇതെന്താണെന്നാണ് ചോദിച്ചത്. നമുക്ക് ഓരോന്ന് കണ്ടുപിടിച്ച് നോക്കാം അല്ലേ. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ ഞാനൊരു വഴി പറഞ്ഞുതരാം. നിങ്ങൾ ഈ സാധനം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ദാ ഈ എക്സിനെ ഈ y കൊണ്ട് ചെയ്യാം. സംഭവം എന്താ ചോദിച്ചാൽ ഇവിടെയുള്ള ഈ x+2 ഇല്ലേ, ഈ 2 പേരെ കൊണ്ടും ചെയ്യാം. ഓക്കെ, അതാ പരിപാടി. ആദ്യം ഞാൻ ഈ എക്സിന് എന്ത് ചെയ്തു? ഈ y കൊണ്ട് ഗുണിച്ചു. അപ്പൊ x × y എന്താണ്? xy ആണ് കേട്ടോ. അപ്പൊ ഞാൻ അടുത്ത പേജിൽ എഴുതി തരാം. x × y xy ആണ് കേട്ടോ. xy. റെഡിയാണോ? ഓക്കെ, റെഡി, സെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ x × y xy ആണ്. അതുപോലെ അടുത്ത് പറ x × 2. x × 2 എന്താണ്? 2x ആണ്. ഏതാ വരിക? 2x. ഓക്കെ, അതായത് പ്ലസ് ഉണ്ട് കേട്ടോ അവിടെ, +2x. അപ്പോൾ അങ്ങനെ ഓരോന്നൊന്ന് ചെയ്ത് നോക്കാം നമുക്ക് അല്ലേ. അങ്ങനെ ഓരോന്നൊന്ന് ചെയ്ത് നോക്കാം നമുക്ക്. ഞാൻ ഇതൊന്ന് അടുത്ത പേജിലേക്ക് എഴുതി തരാം. എന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഇതിങ്ങനെ നമ്മളിങ്ങനെ മാറ്റി കളിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. ഇതാ ഞാൻ കോപ്പി ഞാൻ അപ്പുറത്ത് വരുന്ന ആൻസർ കേട്ടോ. നോക്കിക്കോ പേസ്റ്റ്. ഏതാ ടെക്നിക്കിലടാ, നോക്കിയാ റെഡി. അപ്പോൾ ഈ ചോദ്യം ഓക്കെ, ഇനി നമുക്ക് സെറ്റാക്കാം. ഇതാക്കണ്ട, ഞാൻ ഓരോന്ന് ചെയ്ത് കാണിച്ചു കേട്ടോ. ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അപ്പൊ ആദ്യം ഞാൻ എന്ത് ചെയ്തിരുന്നു? x × y. അപ്പൊ എന്ത് വരും? xy. അടുത്ത ആള്. ഓക്കെ, xy. അടുത്ത ആള് ഏതാണ്? അടുത്ത നോക്ക്, x × y xy. x × 2. അപ്പൊ എന്ത് വരും? 2x. റെഡിയാണല്ലോ. അപ്പൊ എക്സിന്റെ 2 ആൾക്കാരും ചെയ്തു. ഇത് ഈ 2 പേരെ കൊണ്ട് ചെയ്തു. ഇനി ഈ 2 എന്ത് ചെയ്യണം? ഈ 2 പേരെ കൊണ്ട് ചെയ്യണം. അപ്പൊ ചെയ്യാൻ പോണേ, നോക്ക്. 2 × y. 2 × y എത്രയാടാ? 2y. ഓക്കെ, 2y പ്ലസ് ആണ്, അതുകൊണ്ട് പ്ലസ്. ഇനി അടുത്ത് ചെയ്യേ, 2 × 2 4 കേട്ടോ. അപ്പൊ +4. റെഡിയാണോ? ഞാൻ ഒന്നുമില്ല, ഞാൻ എന്താ ചെയ്ത്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് 2 ഓഡ് നമ്പേഴ്സ്. ഒന്ന് x+2, ഒന്ന് y+2. ഓല് ചോദിച്ച നെക്സ്റ്റ് 2 ഓഡ് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് ഇങ്ങനെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഗുണിക്കാനിട്ടു. ഈ എക്സിനെ 2 പേരെ കൊണ്ടും ചെയ്തു, അതാണിത്. ഈ 2നെ ഈ 2 പേരെ കൊണ്ടും ചെയ്തു, അതാണിത്. സെറ്റാണല്ലോ. ഇനി നോക്ക്, ഞാനൊരു സാധനം കാണിച്ചുതരാം. നോക്കോ, ഇവിടെ നോക്കമ്പാനെ. ഇവിടെ 2x-ഉം 2y-യും കണ്ടോ? ഇവര് 2-ലും 2 എന്ന് പറഞ്ഞ നമ്പർ കണ്ടില്ലേ നിങ്ങൾ? ആ 2 എന്ന് പറഞ്ഞ നമ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പുറത്തൊരൊറ്റ ചവിട്ടിയിട്ട് ആ 2നെ എടുത്ത് പുറത്തേക്ക് ഇടാട്ടോ. അപ്പം ഞാനത് പുറത്തേക്ക് ഇടുമ്പോൾ ഒരു രസം കാണിച്ചുതരാം. നോക്ക്, ഈ XY അതേപോലെ എഴുതുന്നുണ്ട് കേട്ടോ. ഈ XY നിങ്ങളൊന്നും ചെയ്യണ്ട, അതേപോലെ എഴുതാ. XY പ്ലസ് ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട് അല്ലേ. അപ്പം 2 അടുത്ത് 2 ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ 2നെ പുറത്ത് എഴുതാം. ഓക്കെ, എന്നിട്ട് ഈ എക്സും എന്നിട്ട് ഈ വൈയും എന്ത് ചെയ്യാം? നമുക്ക് ബ്രാക്കറ്റിൽ എഴുതാം. ഓക്കെ, അതാണ് ഐഡിയ. റെഡിയാണല്ലോ. നിങ്ങൾക്ക് കത്തിയല്ലോ. ഓക്കെ, എന്താ പറഞ്ഞത്? 2x-ലും 2y-ലും 2 എന്ന് പറഞ്ഞിട്ടുണ്ടായത് കൊണ്ട് 2നെ ഞാൻ പുറത്തെടുത്തു. ഈ എക്സിന് ഈ വൈനെ എന്ത് ചെയ്തു? ഉള്ളിലിട്ടു. പുറത്തേക്ക് ചവിട്ടിയാൽ മതിയേ. ഈ +4 ഇപ്പുറത്തുണ്ട് കേട്ടോ, അതും കൂടെ എഴുതി വെക്കാം. റെഡിയാണല്ലോ. ഇത്രയും റെഡി ആണെങ്കിൽ ഇതാ നമ്മുടെ ആൻസർ കഴിയാൻ പോവാണ്. സിമ്പിളാ. നേരത്തെ നമ്മൾ ചോദ്യത്തിൽ ഒരു ഹിന്റ് തന്നിരുന്നു അല്ലേ? എന്താ ക്വസ്റ്റ്യൻ? ഇതാണ് സാധനം. നമുക്ക് എക്സും വൈയും ഗുണിച്ച 621 ആണെന്നും നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് XY എന്താണ്?
XY = 621 ആണെന്ന് നേരത്തെ ചോദ്യത്തിൽ തന്നിരുന്നു. അതുപോലെ തന്നെ വേറെ സാധനത X+Y കൂട്ടിയാൽ എത്രയാണ് 50. ആ സാധനം ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതിയുള്ളൂ. ആൻസർ അതേപടി കിട്ടും. നോക്കിക്കോ, ഈ XY എന്ത് ചെയ്യാൻ പോവാണ്? ഈ XY ഇതാ ഈ 620 ഇതാ ഈ XYന് പകരം 621 കൊടുക്കുകയാണ്. 621 പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്, 2 ഇവിടെ ഇൻറ്റു ആണ് കേട്ടോ. ഇൻറ്റു ഒന്ന് നോക്ക്, ഈ നോക്ക് ഈ 50 ഇതാ ഈ X+Y അല്ലേ 50 അല്ലേ. അപ്പോൾ ഈ X+Yക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കാം? 50 കൊടുക്കാം. അപ്പോൾ 2 ഇൻറ്റു ഇതിന് പകരം 50 കൊടുത്തു പ്ലസ് 4. ഓക്കെ, 621 അതേപോലെ എഴുതി. 250 എത്രയാ? 100 പ്ലസ് 4. അപ്പം നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ? നമുക്കൊന്ന് കൂട്ടി നോക്ക്. 621 100 721 4 കൂടെ കൂട്ടുമ്പം ദേ നമ്മുടെ തരം ഒരേ പൊളി 725 സെറ്റ്. റെഡിയാണോ? അപ്പം ആൻസർ എത്രയാണ് വരിക? 725 നമ്മുടെ ഉത്തരം. റെഡിയാണോ? അപ്പോൾ ഈ പുറത്തെടുക്കുന്ന സാധനം നല്ല പോലെ പഠിക്കുക. ചാപ്റ്ററിൽ എക്സും വൈയും ഉണ്ട്, ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് ഇതുപോലൊരു ചോദ്യം, അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങളുടെ പരീക്ഷയിൽ ഇനി ഞാൻ പറയുന്ന ഈ ചോദ്യങ്ങളൂടെ ചോദിക്കാൻ ചാൻസ് ഉള്ളതല്ല, ചോദിച്ചിരിക്കും. ഈ ചോദ്യം ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം. വാ. യെസ്, ദേ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എൻ്റെ പൊന്നു മക്കളോട് പറയാനുള്ളത്, ചോദ്യം കണ്ട് ബോധം കെടണ്ട, ഉത്തരം കണ്ടും ബോധം കെടണ്ട. നല്ലവണ്ണം വൃത്തിക്ക് നല്ലവണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. 5 മാർക്ക് അല്ലെങ്കിൽ മാക്സിമം എത്ര മാർക്കാണ് ആ മാർക്ക് ഈ ഒരു ചോദ്യം നിങ്ങളുടെ പരീക്ഷയിൽ ചോദിക്കും. ഉറപ്പായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്, വിട്ട് കളയണ്ട കേട്ടോ. അപ്പോൾ ഏതാണ് ചോദ്യം? ഞാനൊന്ന് വായിക്കാം. ചോദ്യം ശ്രദ്ധിച്ച് കേട്ടിരിക്കട്ടെ. 2 സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടിയപ്പോൾ 1271, 1 കുറച്ചപ്പോൾ 1131. ഗുണനഫലം, തുക, സംഖ്യ ഏതൊക്കെ? When each of 2 numbers increased by 1 and the product become 1271, and when each decreased by 1 the product become 1131. What is the product of the number? What is their sum? What are the numbers? തുടങ്ങാം, ആരംഭിക്കലാം അല്ലേ? മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇങ്ങനൊരു ചോദ്യം വന്നാൽ ഇവിടെയും 2 സംഖ്യകളാണ്. ഏത് സംഖ്യ എന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അപ്പം നമുക്ക് സംഖ്യകൾ എടുക്കാം. സംഖ്യകൾ ഇംഗ്ലീഷിൽ എന്താ പറയുക? നമ്പേഴ്സ്. ആദ്യത്തെ സംഖ്യയെ എക്സ് എന്ന് വിളിക്കാം, രണ്ടാമത്തെ സംഖ്യയെ നമുക്ക് വൈ എന്ന് വിളിക്കാം. ചോദ്യത്തിൽ പറഞ്ഞ മാതിരി നമ്മൾ ചെയ്യാൻ പോവാണ്. 2 സംഖ്യകൾ ഓരോന്നിനോടും 1 കൂട്ടി ഗുണിച്ചപ്പോൾ, 1 കൂട്ടിയിട്ട് ഗുണിക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. നോക്ക്, when each of 2 numbers are increased by 1 the product become 1273. അപ്പോൾ ഇതിനോട് 1 കൂട്ടിയാൽ എത്രയാ? ഇതാണ് നമ്മുടെ ആദ്യത്തെ സംഖ്യ. അപ്പോൾ അതിനോട് 1 കൂട്ടിയാൽ x+1. ഓക്കെ, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സംഖ്യ വൈ. അതിനോട് 1 കൂട്ടിയാൽ y+1. ഇതുവരെ റെഡി അല്ലേ? ആദ്യത്തെ സംഖ്യ x+1, 1 കൂട്ടിയപ്പോൾ x+1, അതുപോലെ രണ്ടാമത്തെ y+1 ആയി. ഇത് രണ്ടും കൂടെ ഗുണിക്കുമ്പോൾ അല്ലേ? 1 കൂട്ടി ഗുണിച്ചപ്പോൾ, അതായത് ഇൻക്രീസ് ചെയ്തു. പ്രൊഡക്റ്റ് എത്രയാണ്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണനഫലമാണ് കേട്ടോ. ഗുണിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഗുണിക്കണം. 2 ഗുണിച്ചു കഴിഞ്ഞാൽ 1271. റെഡിയാണോ? ഞാൻ ഈ എഴുതിയത് റെഡിയാണോ? 1 കൂട്ടി ഗുണിക്കുക എന്ന് പറഞ്ഞാൽ എക്സിനോട് 100, വൈനോട് 100, 1270. ഇനി നേരത്തെ മാറി ചെയ്ത് നോക്കാം നമുക്ക്. ആദ്യം എക്സ് ഇൻറ്റു വൈ എന്ത് വരും? XY വരും. ഓക്കെ, അടുത്തത് എക്സ് ഇൻറ്റു 1, 1x. അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1x ആണ് കേട്ടോ. പ്ലസ് 1xനെ നമുക്ക് എക്സ് എന്ന് പറയാം. ഓക്കെ, അതുപോലെ അടുത്ത് പറ. അപ്പോൾ എക്സിൻ്റെ ഒക്കെ കഴിഞ്ഞു. അതുപോലെ 1 ഇൻറ്റു വൈ. 1 ഇൻറ്റു വൈ എത്രയാടാ? 1 വൈ കേട്ടോ, 1 വൈ. ഇനി അടുത്ത കൂടെ ചെയ്യും. 1 ഇൻറ്റു 1. 1 ഇൻറ്റു 1 എത്രയാ? 1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇപ്പുറത്തുള്ള 1271. ഇത് നിങ്ങൾക്ക് റെഡി ആണെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ് അല്ലേ? 1 കൂട്ടി ഗുണിക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ പുറത്തുള്ള ഈ എക്സിനെ 2 പേരെ കൊണ്ട് ചെയ്തു, അതാണിത്. ഈ 1നെ 2 പേരെ കൊണ്ട് ചെയ്തു, അതാണിത്. റെഡിയാണോ? അപ്പം ഞാൻ ഇത് ഇവിടെ വെച്ചു. ഇപ്പം തൽക്കാലം നമുക്കിപ്പോൾ ആവശ്യമില്ല. തൽക്കാലം ഞാൻ ഇപ്പോൾ അവനെ സേഫാക്കി വെക്കുകയാണ്. ഇവിടെ ഇവിടെ 1 ഇട്ടിട്ട് ഞാൻ സേഫാക്കി വെച്ചു. റെഡിയാണല്ലോ? ഞാൻ ഇതേപോലെ നമുക്ക് സംഖ്യകളുടെ ഗുണനഫലം അല്ലേ, 1 കൂട്ടി 1271 എന്ന് പറയുന്നുണ്ട്. ഒരു സാധനം കൂടെ അവിടെ പറയുന്നുണ്ട്. എന്താ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. 1 കുറച്ച് ഗുണിച്ചപ്പോൾ 1130. അതുപോലെ നേരത്തെ കൂട്ടി
ഗുണിക്കാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു. ഇനി നേരത്തെ പറയുന്ന പോലെ ഡിക്രീസ്ഡ് ബൈ 1 ദ പ്രൊഡക്റ്റ് ബിക്കം 1007. അപ്പോൾ ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സംഖ്യകൾക്ക് നമുക്ക് എന്താണ് എക്സും വൈ ആണ് എടുത്ത്. ഡിക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറയ്ക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ കുറയ്ക്കും. അപ്പോൾ ആദ്യത്തെ സംഖ്യ ആയിട്ടുള്ള നമ്മുടെ എക്സിനോട് ഒരൊന്ന് കുറച്ചു. അപ്പോൾ x-1 കുറച്ചാൽ മൈനസ് അല്ലേ വരിക. അതുപോലെ അടുത്ത സംഖ്യയായ വൈനോട് ഒന്ന് കുറയ്ക്കണം, y-1 ഒന്ന് കുറച്ച് എന്ത് ചെയ്യണം? വെറുതെ കുറച്ചാൽ പോരാ, ഒന്ന് കുറച്ച് ഗുണിച്ചപ്പോൾ ശ്രദ്ധിക്കുക, ഒന്ന് കുറച്ച് ഗുണിച്ചപ്പോൾ അല്ലേ, ഡിക്രീസ്ഡ് ബൈ 1 ദ പ്രൊഡക്റ്റ് ബിക്കം 1200. അപ്പോൾ ഗുണിച്ചപ്പോൾ 1131 അല്ലേ. ഓക്കെ, റെഡിയാണോ? നേരത്തെ മാതിരി തന്നെ ചെയ്തോ, ഞാൻ ഓരോന്ന് ചെയ്തുതരാം. എക്സ് ഇൻറ്റു എക്സ്, സോറി എക്സിൻ്റെ എക്സ് അല്ല, എക്സ് ഇൻറ്റു വൈ, എക്സ് വൈ. അടുത്ത് എക്സ് ഇൻറ്റു 1, ശ്രദ്ധിക്കണേ, ഇവിടെ 1 അല്ല, ഇവിടെ -1 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ ആ മൈനസ് എഴുതിയിട്ട് എക്സ് ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു എക്സ്. അപ്പോൾ എക്സ്, അപ്പോൾ മൈനസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത അതുപോലെ ചെയ്യും. -1 ഇൻറ്റു വൈ, മൈനസ് വൈ വരിക, കാരണം മൈനസ് ഉള്ളതുകൊണ്ട് -1 ഇൻറ്റു വൈ കേട്ടോ. ഓക്കെ, മൈനസ് വൈ. ശ്രദ്ധിക്കണം, മൈനസ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക. ഇവിടെ മൈനസ് വരുമ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മൈനസ് ആവുന്നുണ്ട്, ഇവിടെ മൈനസ് ആവുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒന്നുകൂടി ഉണ്ട്, -1 ഇൻറ്റു -1. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. -1 ഗുണിച്ചാൽ മൈനസും ഗുണിച്ചാൽ പ്ലസ് ആയി പോട്ടോ. അപ്പോൾ 1 + 1, അപ്പോൾ +1 ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പുറത്തുള്ള 1231. ഇതിനെ നമുക്ക് 2 എന്ന് എഴുതാം. ഇതുവരെ റെഡിയാണോ? അപ്പോൾ ഇവനെ നമ്മൾ എന്ത് ചെയ്യാം? സേഫ് ആക്കി വെക്കാം അല്ലേ. ഈ രണ്ടാമത്തേനെ നമുക്ക് സേഫ് ആക്കി വെക്കാം. റെഡിയാണോ? ഇത്രയും റെഡിയാണോ? ഓക്കെ, ഒരു കൂട്ടി ഗുണിക്കാൻ പറഞ്ഞു, നമ്മൾ ചെയ്തു, ഇങ്ങനെ കിട്ടി. ഒരു കുറച്ച് ഗുണിക്കാൻ പറഞ്ഞു, ഗുണിച്ചപ്പോൾ നമുക്ക് ഇവിടെ മൈനസ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഞാൻ എങ്ങനെയാണെന്ന്. എന്തെങ്കിലും ഡൗട്ടിൻ്റെ കുറച്ച് ബാക്കോട്ട് പോകുമല്ലോ. സെറ്റ്. അങ്ങനെയാണെങ്കിൽ 2 പേരെ ചെയ്തു വെച്ചു. ഇത്രയും ചെയ്താൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് കിട്ടും. ഇനി ഞാൻ കാണിച്ചു തരാം. ചോദ്യം എന്താ നോക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? സംഖ്യകളുടെ ഗുണനഫലം എന്താണ്? വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ നമ്പേഴ്സ്? ഗുണനഫലം എന്താണെന്നാണ് ചോദിച്ചത്. ഒന്ന് കൂട്ടിയ ഗുണനഫലം, ഒന്ന് കുറച്ച ഗുണനഫലം നമുക്ക് ഇവിടെ കിട്ടി. ഒന്നാമത്തെ രണ്ടാമത്തെയാണ്. പക്ഷേ വെറും സംഖ്യകളുടെ ഗുണനഫലമാണ് ചോദിച്ചത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ട അറിയോ? അപ്പം ഗുണനഫലം കാണാൻ, അതായത് പ്രൊഡക്റ്റ് കാണാൻ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാലാണ് ഗുണനഫലം. ആ ഗുണനഫലം കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ആ ഒന്നാമത്തെയും രണ്ടാമത്തെയും സമവാക്യങ്ങൾ കിട്ടിയില്ലേ നമുക്ക് കാണാൻ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? രണ്ടും കൂടെ കൂട്ടിയാൽ മതി, പ്ലസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്ത് നോക്കാം. എന്താ അതിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരുന്നോ? അപ്പോൾ പ്ലസ് ചെയ്തുതരാം. അപ്പോൾ ഞാൻ ആദ്യം ഈ സമവാക്യം ഇക്വേഷൻ ഒന്നും ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഒന്നാമത്തെ ഇക്വേഷൻ എനിക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി, നിങ്ങൾക്ക് വേറെ എഴുതേണ്ടി വരും കേട്ടോ. ഓക്കെ, ഞാൻ കൊണ്ടുവരണം കേട്ടോ. എനിക്ക് അടുത്ത പേജിൽ ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, ഏതാ ലെവലില്ലേ. അതുപോലെ അടുത്ത ഇക്വേഷൻ നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനും എന്ത് ചെയ്യുന്നു? നമ്മൾ കണ്ടോ. ഓക്കെ, മാജിക് മാലു കണ്ടോ, പേസ്റ്റ്. ഏതാ പോളീസാണ്. ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഈ 2 ഇക്വേഷൻസും തമ്മിൽ നമ്മൾ ജസ്റ്റ് മൈനസ് ചെയ്യാൻ പോവാണ്. അപ്പം എങ്ങനെയാണിത് മൈനസ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് നോക്കണേ. അപ്പം ശ്രദ്ധിച്ചിരുന്നോ? എങ്ങനെയാണിത് രണ്ടുകൂടെ കൂട്ടുന്നത് നോക്കട്ടോ. അപ്പം എന്തിനത് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ സംഭവം എന്താ ചോദിച്ചാൽ പ്രൊഡക്റ്റ് അല്ലേ കാണാൻ പറഞ്ഞേ, അതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്തു. പ്ലസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതും പ്ലസ് ചെയ്യാണെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ പ്ലസ് ചെയ്യാം, ഞാൻ പ്ലസ് ചെയ്യാൻ പോകുന്നു നോക്കട്ടെ. പ്ലസ് ആക്ച്വലി പ്ലസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. നോക്ക്, ഇവിടെ ഒരു XY ഉണ്ട്, ഇവിടെ ഒരു XY ഉണ്ട്. അപ്പോൾ എക്സ് വൈയും പ്ലസ് ചെയ്യണം. അതായത് ഇവിടെയുള്ള സാധനങ്ങൾ ഇങ്ങനെ പ്ലസ് ചെയ്യാം, അതാണ് സാധനം. ഇതും പ്ലസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് XY ഒരു XYയും കൂട്ടിയാൽ എത്രയാടാ? 2XY കേട്ടോ. റെഡിയാണോ? അടുത്തതാണ് ട്വിസ്റ്റ്, ശ്രദ്ധിക്കണേ. ഇവിടെ പ്ലസ് എക്സും മൈനസ് എക്സും മക്കൾ മനസ്സിലാക്കി വെച്ചോ. പ്ലസ് എക്സും മൈനസ് എക്സും കൂടെ കൂട്ടിയാൽ അത് ക്യാൻസൽ ആയി പോവും. പ്ലസും മൈനസും എന്തായി പോവും? ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇയാളും പിന്നെ കാര്യമില്ല, ഒരു പോയി. മനസ്സിലായോ? ഒരു പോയി. ഓക്കെ, അതുപോലെ പ്ലസ് വൈയും ഇവിടെ ക്യാൻസൽ ആയി പോവും. അവർ ക്യാൻസൽ ആയി പോവാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇത് കൂട്ട്. 1 + 1 കൂട്ടി എത്രയാ? 2 + 2. കണ്ടോ, എന്തോ ഒരു ചുരുക്ക രൂപത്തിലാണ് കിട്ടിയത്. നോക്കിയാൽ എന്ത് രസമുണ്ട്. അതുപോലെ അടുത്ത് നോക്ക്, ഈ 1271 1131 എത്ര വരാം അല്ലേ? 1271 31 കൊണ്ട് കൂട്ടി 1300 ആണ്. 100 കൂട്ടി 1400, പിന്നെ ഒരു 1000 കൂടെ കൂട്ടി 2400 ആയിരിക്കൂലേ വരിക. ഓക്കെ, 2400 അല്ലേ? 31
2402 ആയിരിക്കും വരിക. ഒന്ന് കൂട്ടി നോക്കാം. നമുക്ക് നമ്മുടെ ഇത് വെച്ച് തന്നെ കൂട്ടാം കേട്ടോ. 1 1 അല്ലേ, സീക്വൽ ടു ഉടനെ സീക്വൽ ടു 1 1 2 7 3 അല്ലേ, 7 3 10 ശിഷ്ടം അല്ലേ 1 അല്ലേ, ശിഷ്ടം 1 4 2 2402 ഇത് കൂട്ടിയപ്പോൾ കിട്ടി. പക്ഷെ നമ്മളോട് ഇതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ, ഗുണനഫലം കൂട്ടാൻ പറഞ്ഞപ്പോൾ നമ്മൾ കൂട്ടിയതാണ്. കാരണം ഇത് ക്യാൻസലായി പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഇനി എക്സിൻ്റെ വൈന് ഗുണനഫലം കണ്ടുപിടിച്ചോ, ശ്രദ്ധിച്ചോ. ഇനി എന്താ ചെയ്യുന്നത് നോക്കട്ടോ. ആദ്യം നിങ്ങൾ ഈ +2 ഇവിടുന്ന് പറഞ്ഞയച്ചു, അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് ആവും അല്ലേ. +2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും, മൈനസ്. അപ്പം മൈനസ് ഉണ്ട് ഇത് നോക്ക്, എഴുതരാ നോക്ക്, 2xy ദാറ്റ് ഈസ് ഇക്വൽ ടു 2402 മൈനസ് 2402 മൈനസ് 2 പ്ലസ് ആയിട്ട് ഇപ്പോൾ മൈനസ് ആയി. അപ്പം 2xy 2402 2 പോയാ 2400 2400. പക്ഷെ 2xy അല്ലേ 2400. പക്ഷെ നമ്മളോട് ചോദിച്ചത് എന്താ, ഗുണനഫലം, പ്രൊഡക്റ്റാണ് ചോദിച്ചത്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ XY മാത്രം മതിയെന്ന്, അതല്ലേ എക്സും വൈയും ഗുണിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ XYയിൽ ഈ 2നെ പിടിച്ച് ഇതാ പോണ് താഴേക്ക്, ഇതേ താഴെ വിട്ടോ. അപ്പം ബൈ ആയിട്ട് വരും. അപ്പം നമുക്ക് നമ്മുടെ ഉത്തരത്തിലേക്ക് വരും. ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം XY. ഇതാണ് ആ ഗുണനഫലം. 2 സംഖ്യകളുടെ ഇവിടെ ശരിക്കും ഒരു ഗുണനം ഉണ്ട്, പ്രൊഡക്റ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ X × Y ആണ് XY. അപ്പോൾ ഈ 2 ഇങ്ങനെ താഴേക്ക് വരും, ബൈ ആയിട്ട് വരും. അപ്പോൾ 2400/2. അപ്പോൾ XY = 2400ന്റെ പകുതി. പറ, 2000ന്റെ പകുതി 1000, 400ന്റെ പകുതി 200. അപ്പം 2400ന്റെ പകുതി നിങ്ങൾ ജസ്റ്റ് 2400 പകുതി എടുക്കണം, 1200. XY ആണ്, X നട്ട്. അപ്പോൾ XY = ഇതിൻ്റെ പകുതി 1200. അപ്പോൾ ഗുണനഫലം, പ്രൊഡക്റ്റ് കാണാൻ നിങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. കൂട്ടുമ്പോൾ നമുക്ക് കറക്റ്റ് ഇതാ സ്റ്റെപ്പ് വെച്ച് ചെയ്യുമ്പോൾ ഇതും ക്യാൻസലായി പോവും. 2xy പ്ലസ് ഈ +1 അല്ലേ, ഇതാ +1 +1. അപ്പം എന്തായിപ്പോയി, 2 ആണ്. അങ്ങോട്ട് പറഞ്ഞു XY കിട്ടി. ഇതാ പ്രൊഡക്റ്റ്, നമ്മുടെ പ്രൊഡക്റ്റ് ഒരേ പൊളി സെറ്റ്. റെഡിയാണോ? ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരപ്പായത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ കാണണ്ടേ, ബാ കാണാം രണ്ടാമത്തത്. യെസ്, ദേ നമുക്ക് അതിലെ രണ്ടാമത്തെ പാർട്ട് ക്വസ്റ്റ്യൻ. ചോദ്യം നന്നായിട്ട് വായിക്കണേ. ക്വസ്റ്റ്യൻ എന്താ, ചോദ്യം ഒന്ന് വായിച്ചു നോക്കിക്കുന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. സംഖ്യകളുടെ തുക എന്താണ്? ചോദ്യം നോക്ക്, സംഖ്യകളുടെ സമ്മ്, തുക. അപ്പം തുക കാണാനല്ലേ, പ്രൊഡക്റ്റ് കാണാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്തത് അല്ലേ? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഗുണിക്കാൻ കാണാനാകുമ്പോൾ ജസ്റ്റ് 2 ഇക്വേഷൻസ് കൂട്ടിയാൽ മതി. അതല്ലേ ഇപ്പം ചെയ്തത് അല്ലേ? പക്ഷെ ഇവിടെ തുക കാണാനാണ്. എന്താണ് തുക? തുക എന്ന് പറഞ്ഞാൽ സമ്മ്. തുക കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്താണ് ലോജിക്ക് എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, ജസ്റ്റ് മൈനസ് ചെയ്യാം. എങ്ങനെ മൈനസ് ചെയ്യുന്നത് കാണിച്ചോ. നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻസ് കൊണ്ടുവരണം. 2 ഇക്വേഷൻസ് നമുക്ക് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ 2 ഇക്വേഷൻസ് അവിടേക്ക് ഇതാ കൊണ്ടുവരുന്ന ഒരു മാജിക് കാണിച്ചിട്ട് നിങ്ങൾക്ക് കേട്ടോ. ഈ 2 ഇക്വേഷൻസ് ആയിരുന്നില്ലേ നമ്മുടെ നേരത്തെ 2 ഇക്വേഷൻസ്? അപ്പോൾ ഈ ഒരു ഇക്വേഷൻസ് വെച്ചിട്ട് തന്നെയാണ്, സമവാക്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് നമുക്ക് കൊണ്ടുവരുന്നത് കേട്ടോ. എന്തല്ല എൻ്റെ മാജിക്, വേറെ ലെവല്. അപ്പോൾ ഇതൊന്നും വേണ്ട, ഇതൊക്കെ നേരത്തെയാണ് പ്ലസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റ് കിട്ടാനാകുമ്പോഴാണ് നമ്മൾ പ്ലസ് ചെയ്യല് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം മൈനസ് ചെയ്താൽ നമുക്ക് തുകയാവും. അപ്പം എങ്ങനെയാ അത് തുക കിട്ടുക എന്ന് ചോദിച്ചാൽ ഇതാ കേട്ടോ. മൈനസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണേ. ഇതാ XYയിൽ നിന്ന് XY മൈനസ് ചെയ്യുക. എടാ XYയിൽ നിന്ന് XY പോയാൽ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് മൈനസ് ചെയ്തേ. അപ്പോൾ XYയിൽ നിന്ന് XY പോയാൽ എന്താ, 0. അപ്പോൾ ഇവർ ക്യാൻസലായി. ഓക്കെ, ക്യാൻസലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കേൾക്കണേ. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്ത് നോക്ക് +XY മൈനസ് X വരിക. മക്കൾ മനസ്സിലാക്കി വെച്ചോ, ഇവിടെ ഉള്ളതും ഇവിടെ ഒരു മൈനസ്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ എങ്ങനെ ചെയ്യാം, X മൈനസ് പിന്നെ ഇവിടെ വേറൊരു മൈനസ് X. അപ്പം മൈനസും ഒരുമിച്ച് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. അപ്പോൾ X + X ദാറ്റ് ഈസ് ഈക്വൽ ടു 2x ആയിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഐഡിയ നിങ്ങളെ തലക്കുള്ളിൽ ഉണ്ടാവുക, ദാറ്റ് ഈസ് 2x. റെഡിയാണോ? അപ്പോൾ അതുപോലെ തന്നെ ഇതാ ഇവിടെ വേറൊരുത്തരുണ്ട്, +y-ഉം -y-ഉം. അവിടെയും മനസ്സിലാക്കി വെച്ചോ, +y -y. അപ്പോൾ 2 മൈനസ് ചേരുമ്പോൾ എന്താവും, പ്ലസ് ആവും. നേരത്തെ മാതിരി ഇതാ y - y അല്ലേ, -y. അപ്പോൾ മൈനസ് എന്താവും, പ്ലസ്. അപ്പോൾ y + y ദാറ്റ് ഈസ് ഈക്വൽ ടു 2y ആയിട്ട് വരും കേട്ടോ. അപ്പോൾ 2y.
ഓക്കെ, ഇത് നിങ്ങൾക്കറിയാം. ഒന്നിന്ന് ഇതാ കുറയ്ക്കണം 1, 1 കുറയ്ക്കണം 1 എന്തായി പോവും? ക്യാൻസൽ. 1 പോയ പൂച്ചയില്ലേ മോനെ, വേണ്ട. ഓക്കെ, അപ്പുറത്തുള്ളത് നോക്കാം നമുക്ക്. എന്താ അപ്പുറത്ത്? 1271 1131 മൈനസ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്കൊന്ന് മൈനസ് ചെയ്ത് നോക്കാം. 1 പോയാൽ 0 അല്ലേ, ഇതാ 0. അതുപോലെ ഇതാ 7 3 കുറച്ചാൽ 7 കുറയ്ക്കണം 3 4. അതുപോലെ അടുത്ത് 2 1 കുറച്ചാൽ നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ സൈഡിൽ മാറ്റിയിട്ട് 71 1131. അപ്പം 0 7 4 2 പോയാൽ 1 0 140 ആയിരിക്കും. റെഡിയാണോ? പക്ഷെ നമ്മളെ ചോദ്യത്തിൽ എന്താ പറഞ്ഞത്? തുകയാണ് പറഞ്ഞത്. അപ്പൊ തുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കിക്കോ, എക്സും വൈയും കൂട്ടുക, അതാണ് തുക അല്ലെ. അപ്പൊ എക്സ് പ്ലസ് വൈ ആണ്. പക്ഷെ ഇവിടെ എക്സ് പ്ലസ് വൈ ആണോ കിട്ടിയത്? അല്ല, 2x + 2y ആണ് 140. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടുന്ന് എക്സ് പ്ലസ് വൈ ആയാൽ തുകയായി. ചോദ്യം നോക്ക്, എന്താണ് ചോദ്യം? തുക കാണാനാണ്. തുക കാണാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ജസ്റ്റ് മൈനസ് ചെയ്തു. തുക സമ്മ് കാണാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ മൈനസ് ചെയ്തു. മൈനസ് ചെയ്ത സമയത്ത് നമുക്ക് 2x + 2y കിട്ടി. അപ്പം 2നെ പിടിച്ച് ചവിട്ടി പുറത്തിട്ടാൽ മതി. 2 പുറത്തേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കറിയോ? ഈ എക്സും വൈയും എന്താവും? ഉള്ളിൽ കിടക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്താ സംഭവം. ഈ 2 നോക്ക്, ഇവിടെയും 2 എക്സിൻ്റെ മൂട്ടിലുണ്ട്, ഇവിടെയും വൈൻ്റെ മൂട്ടിൽ 2 ഉള്ളതുകൊണ്ട് കോമൺ ആയിട്ട് എടുക്കാം. 2നെ പുറത്തെടുക്കാം. അപ്പോൾ പുറത്തെടുത്തിട്ട് എക്സിന് എന്ത് ചെയ്തു? ഉള്ളിലിട്ട്. അതുപോലെ ഈ അടുത്ത വൈന് എന്ത് ചെയ്യും? ഉള്ളിലിടും. അപ്പോൾ x + y = 140. സെറ്റാണോ മക്കളെ? ഇനി നിങ്ങൾക്ക് ഇതാ കണ്ടുപിടിക്കാം. ശ്രദ്ധിച്ചോ, നമുക്ക് ഈ x + y മാത്രം മതി. കാരണം x + y മാത്രം കിട്ടിയാലേ എന്താവത്തുള്ളൂ? തുകയാവത്തുള്ളൂ, അതായത് സമ്മാവത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഈ × 2 അവിടെ ഇൻറ്റു ഉണ്ട് കേട്ടോ. ആ × 2 പോയി താഴോട്ട് സ്വീ. അപ്പോൾ 140ന്റെ താഴെ വരും. ഡിവൈഡഡ് ബൈ ഹരിക്കണമാവും കേട്ടോ. അപ്പോൾ x + y = 140 ഡിവൈഡഡ് ബൈ 2. 140ൽ എത്ര 2 ഉണ്ട്? 70 കേട്ടോ. അപ്പോൾ നേരെ പകുതി എടുത്താൽ മതി. അപ്പോൾ x + y എന്ന് പറഞ്ഞാലാണ് നമ്മുടെ തുക. തുക എന്ന് പറഞ്ഞാൽ സമ്മ് എന്ന് പറഞ്ഞാൽ കൂട്ടുക എന്നാണ് അർത്ഥം. അപ്പോൾ എക്സും വൈയും കൂട്ടുക എന്ന് പറഞ്ഞാൽ സമ്മായി കേട്ടോ. അപ്പോൾ ദാറ്റ് ഈസ് 70. നമുക്ക് നമ്മുടെ ഉത്തരം, നമ്മുടെ ഉത്തരം ഒരേ പൊളി മഞ്ഞ ഹൈലൈറ്റിൽ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണ് നമ്മുടെ ഉത്തരം? 70. അപ്പോൾ 2 സംഖ്യകൾ കൂട്ടിയാൽ ഏതാണെന്ന് ചോദിച്ചാൽ കണ്ടോ, x + y = 70. റെഡിയാണല്ലോ. അപ്പോൾ ഇതേപോലെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാട്ട് ആർ ദ നമ്പേഴ്സ്? സംഖ്യകൾ ഏതൊക്കെ? ഇതാണ് കിണ്ണം ക്വസ്റ്റ്യൻ. അപ്പം മുഴുവനായിട്ട് കാണുക. ആ ചോദ്യം കൂടെ പഠിച്ച മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതല്ല, ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതും കൂടെ പഠിച്ചു വെച്ചോ. റെഡിയാണോ പഠിക്കാൻ? ചിരിച്ചോണ്ടിരുന്ന് പഠിക്കണം. റെഡിയാണ്. അപ്പോൾ വാ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം കേട്ടോ. വാ. യെസ്, നമുക്ക് ആ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കൂടെ ഒരേ പൊളി സെറ്റാക്കിയാലോ? കേട്ടോ, ശ്രദ്ധിച്ചോ. സംഖ്യകൾ ഏതൊക്കെ മക്കളെ? ഈ ഒരു സംഖ്യകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിൻ്റെയും വൈൻ്റെയും വില കണ്ടുപിടിക്കാൻ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയലുണ്ട്. എക്സിൻ്റെയും വൈൻ്റെ വിലകൾ കാണണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മളെ 8ാം ക്ലാസ്സിലെ ഒരു ഐഡൻറ്റിറ്റി നമുക്ക് ആവശ്യമായിട്ട് വരും. അത് ഉറപ്പായിട്ട് കാണേണ്ട പഠിക്കണം. ഏതാണ് വേണ്ടത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മാത്രമല്ല, നിങ്ങൾ പേസ് ഓഫ് ഇക്വേഷനിൽ ഒരു സാധനം എങ്ങനെ എക്സും വൈയും കണ്ടുപിടിക്കാൻ നമ്മൾ അവിടെ പഠിച്ചിന്, ഓർമ്മയല്ലേ? അതും കൂടെ പഠിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സംഭവം? സിമ്പിളാണ്. എക്സും വൈയും കണ്ടുപിടിക്കാൻ. സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ എക്സും വൈ ആണ് എടുത്തതെന്ന്. അപ്പോൾ റീകോൾ ദ ഐഡൻറ്റിറ്റി. നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ഐഡൻറ്റിറ്റി ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ആ സാധനം. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഈ ഒരു സാധനം. നമുക്ക് പഠിക്കാൻ എളുപ്പവഴിയൊക്കെ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. നോക്കോ എന്താ സംഭവം നോക്ക്. x - y whole square = x + y whole square = -4xy. ഈ ഒരു ഐഡന്റിറ്റി നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ പൊന്നുമക്കൾ ഇതെങ്ങനെ ചെയ്യാം? കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾ ഒരു എളുപ്പവഴി പഠിച്ചത് ഈ ഇക്വേഷൻ പഠിക്കാൻ. നമുക്ക് ഇവിടെ x - y ഉണ്ട്, ഇവിടെ x + y ഉണ്ട്. രണ്ടിനും ഹോൾ സ്ക്വയർ ഉണ്ട്. കണ്ടോ, ഒരിടത്ത് മൈനസ് ഒരിടത്ത് പ്ലസ് അല്ലേ? എന്ത് സുഖമുണ്ട്, നല്ല എളുപ്പവഴി അല്ലേ? നമുക്ക് -4xy. അത് പിന്നെ നിങ്ങൾ പഠിക്കേണ്ടി വേണ്ടി വരും. -4xy വേറെ തന്നെ ഉണ്ടെന്ന്. ഓക്കെ, ഒരിടത്ത് x - y, ഇപ്പുറത്താണ് പ്ലസ്. പോസിറ്റീവ് രണ്ടാമതാണ് അല്ലേ? ആദ്യം നെഗറ്റീവ് ആണെന്ന് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി 8ാം ക്ലാസ് പഠിച്ചതാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ബോക്സിലാക്കി എഴുതി വെച്ചിട്ട് പഠിച്ചു. റെഡിയാണോ? അപ്പോൾ ഇതെങ്ങനെ യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. നോക്കട്ടോ, നമുക്ക് ഒന്നാമത്തെ രണ്ടാമത്തെ ചോദ്യത്തിൽ കിട്ടിയ സാധനങ്ങളും നമുക്ക് എഴുതാം. എന്താ ഫസ്റ്റ് നമുക്ക് കിട്ടിയത്? ഫസ്റ്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എക്സും വൈയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 1200. അപ്പം ഞാൻ അതൊന്നും ഇവിടെ എഴുതി തരുന്നുണ്ട്. നമുക്ക് എക്സും വൈയും ഗുണിച്ചാൽ 1200. 1200 അല്ലേ? ആണ്. ഓക്കെ, റെഡി. അതുപോലെ തന്നെ എക്സും വൈയും കൂട്ടിയാൽ 70. അതായത് x + y തുക എത്രയാണ്?
അതും നമുക്ക് രണ്ടാമത്തെ അല്ലേ, ഒന്നും രണ്ടാമതും കണ്ടുപിടിക്കും. 1, 2 കണ്ടുപിടിച്ചിട്ട് അതാണ് മൂന്നാമത്തെ യൂസ് ചെയ്യുന്നത് അതാ സംഭവം. ഓക്കെ, അതിനങ്ങ് മാർക്ക് ഇങ്ങനെ 5, 6 ഒക്കെ തരുന്നത്. അപ്പോൾ ഇതെത്ര കിട്ടീന ഓൾറെഡി 70 അല്ലേ, 70 ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നമുക്കില്ല. അപ്പോൾ ഇത് അതേപോലെ എഴുതുന്നു. ആദ്യം നിങ്ങൾ ഇത് ഇതേപോലെ തന്നെ അടിയിരിക്കാം. എക്സ് മൈനസ് 5 ഹോൾ സ്ക്വയർ ദാറ്റ് ഈസ് ഇക്വൽ ടു ഇത് നമുക്ക് കിട്ടിയാണ്. എവിടെ കിട്ടിയത് നോക്ക്, നോക്കാം പാനെ എക്സ് പ്ലസ് വൈ നോക്ക്. എക്സ് പ്ലസ് വൈ എത്രയാണ്? അവിടെ 70. അപ്പോൾ ഇതിനെ പിടിച്ച് ഇവിടെ എഴുതിയാൽ മതി 70. ഓക്കെ, 70 ഈ സ്ക്വയർ മുകളിൽ തന്നെ ഇടാം. അപ്പോൾ 70ൻ്റെ സ്ക്വയർ മൈനസ് ഇവിടെ 4 ഉണ്ട്. 4 ഇൻറ്റു നോക്ക് ഞാൻ കാര്യം കാണിച്ചു കേട്ടോ. നോക്കോ, എക്സ് വൈ ഓൾറെഡി ഇതാ ഇവിടെ ചോദ്യത്തിൽ കിട്ടിയതാ 1200. അപ്പോൾ എക്സ് വൈക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കണം? 1200, 1200. റെഡിയാണോ? ചെയ്ത് നോക്കാം അല്ലേ, നമുക്ക് ചെയ്ത് നോക്കാം. എന്താ 70ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ 70ൻ്റെ 2 0 കൂടെ ഇട്ട് കൊടുത്താൽ മതി. 49 എഴുതുക, 2 0 ഇടാം. റെഡിയാണോ? മൈനസ് 4 ഇൻറ്റു 1200 മൈനസ് ഞാൻ ഇട്ടു കേട്ടോ. 4 12 എത്രയാ? ഒന്ന് ആലോചിക്ക്. 10 4 40, 2 4 8. അപ്പം 12 4 48 കേട്ടോ. അപ്പം 48 എഴുതുക, 2 0 ഇട്ട് കൊടുത്താൽ മതി. അപ്പം 48 എഴുതി 2 0, 4800. ഒന്ന് ആലോചിക്കുക, 4900 നിന്ന് 4800 കുറയ്ക്കാം. 4000 ഇതാ ഇപ്പുറത്ത് ഇതുണ്ട് കേട്ടോ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ. ഇത് ഇതേപോലെ ഇരുന്നു. ഓക്കെ, എക്സ് മൈനസ് വൈ ഹോൾ സ്ക്വയർ ദാറ്റ് ഇസ് ഇക്വൽ ടു 4900 നിന്ന് 4800 കുറയ്ക്കാം. അപ്പം എത്ര വരും? 100 ആയിരിക്കും വരിക കേട്ടോ. മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഈ സ്ക്വയർ ഇവിടെ നിന്ന് കളഞ്ഞാൽ ഇങ്ങോട്ട് എത്തുമ്പോൾ എന്താവും? റൂട്ടാകും. സ്ക്വയർ ഈക്വൽ സൈൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ റൂട്ടാകും. അപ്പോൾ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഇക്വൽ ടു √100. റെഡിയാണോ? √100 നിങ്ങൾക്ക് അറിയാലോ, ഇനി പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്താണ് √100 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ എക്സ് മൈനസ് വൈ ദാറ്റ് ഈസ് ഇക്വൽ ടു 10. ഇത് നിങ്ങൾ ലെവലായിട്ട് പഠിച്ചു. 2 ഇക്വേഷൻസ് ഇവിടെ കിട്ടിയെങ്കിൽ സോൾവ് ചെയ്യാൻ അറിയില്ല. എക്സിൻ്റെ വൈൻ്റെ വില നമ്മൾ പണ്ടേ പഠിച്ചതാ. നോക്ക്, ഞാൻ കാണിച്ചുതരാം. ശ്രദ്ധിച്ചിരുന്നോ? നമുക്ക് ഓൾറെഡി കിട്ടിയൊരു സാധനമുണ്ട്, തുക 70 ആണ്. അപ്പോൾ എക്സും വൈയും കൂട്ടിയാൽ 70 ആണ്. എക്സും വൈയും കൂട്ടിയാൽ 70 അല്ലേ? തുക ഓൾറെഡി മുന്നത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ കിട്ടിയതാ. അതുപോലെ കുറച്ചാൽ ഇപ്പം കിട്ടി നമുക്കെന്ത്? കണ്ടോ, ഇവിടെ കിട്ടി നമുക്ക്. ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അവിടെ കിട്ടിയെന്ത്? എക്സ് മൈനസ് 5 കുറച്ചാൽ 10. അപ്പോൾ ഇതേപോലെ താഴത്ത് ചെയ്താൽ ദാറ്റ് ഈസ് ഇക്വൽ ടു 10. ഇത് നിങ്ങൾക്ക് അറിയില്ല ചെയ്യാൻ. ഞാൻ മുന്നേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ആ സാധനം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ഒന്നല്ലെങ്കിൽ ഇത് രണ്ടും കൂട്ടിയിട്ട് കണ്ടുപിടിച്ചാലും മതി, അതാണ് എളുപ്പം. ഓക്കെ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യുക. അപ്പോൾ എക്സിൻ്റെ വില കാണണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ക്യാൻസൽ ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണ്? എക്സ് മൈനസ് എക്സ് അത് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് കൂട്ടിയാലും മതി. വൈൻ്റെ വില കാണണമെങ്കിൽ 2x എടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യുന്നത് നോക്ക്, ഞാൻ കാണിച്ചു തരാം. നോക്ക് കേട്ടോ, ശ്രദ്ധിച്ചോ. എക്സ് പ്ലസ് വൈ 70 ആണ്. എക്സ് മൈനസ് വൈ 10 ആണ്. ഓക്കെ, ഇവിടെ പ്ലസും മൈനസും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? പ്ലസും മൈനസും ഒഴിവാക്കണമെങ്കിൽ ഇത് കൂട്ടാം, പ്ലസ് ചെയ്യാം. പ്ലസ് ചെയ്താലൊന്നും ആലോചിച്ച് പ്ലസ് വൈ പ്ലസ് മൈനസ് വൈ. അപ്പോൾ പ്ലസും മൈനസും കൂടുമ്പോൾ മൈനസ് ആവും. വൈ മൈനസ് വൈ 0 ആവും. അത് ക്യാൻസൽ ചെയ്യുക. നോക്ക്, ഇവിടെ പ്ലസും മൈനസും ഒരേപോലെ ഉണ്ടെങ്കിൽ നോക്ക്, പ്ലസ് വൈ അതേ സമയത്ത് താഴത്ത് മൈനസ് വൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ജസ്റ്റ് കൂട്ടിയാൽ മതി. ഒന്ന് കൂട്ടുമ്പോൾ എന്താ സംഭവിക്കാറിയോ? ഈ പ്ലസ് വൈയും ഈ മൈനസ് വൈയും ക്യാൻസലായി പോവും. 0 ആയി പോവും. ബാക്കി ഇവിടെ എക്സും കൂട്ടിയാൽ എന്താവും? 2x. 70ഉം 10ഉം കൂട്ടിയാൽ എന്താവും? 80. കണ്ടോ? അപ്പോൾ സെയിം സാധനങ്ങൾ ഡിഫറെൻറ്റ് സൈൻസ് ഉണ്ടെങ്കിൽ ക്യാൻസൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എക്സ് കിട്ടണമെങ്കിൽ കഴിഞ്ഞു ഈ 2നെ പിടിച്ച് താഴോട്ടിടാം. ബൈ ആവും. ഇൻറ്റു 2 ഇങ്ങോട്ട് പോകുമ്പോൾ ബൈ ആവും കേട്ടോ. അപ്പോൾ എക്സ് സിക്വൽ ടു 80/2. അപ്പോൾ എക്സ് സിക്വൽ ടു 40. 80ൻ്റെ പകുതി എത്രയാ? 40. ദേ നമ്മുടെ തരം ഒരേ പൊളി. ഫസ്റ്റ് നമ്പർ കിട്ടി 40. എൻ്റെ പൊന്നു മക്കൾക്ക് ഇനി വൈൻ്റെ വില കാണാൻ സിമ്പിളല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. എക്സ് പ്ലസ് വൈ അത് 70 ആണെന്ന് ഓൾറെഡി ഇവിടെ ഉണ്ട്. നോക്ക്, ഇവിടെ ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഒന്നാമത്തത് എടുക്കുക, രണ്ടാമത്തത് എടുക്കുക. അതൊക്കെ നമ്മൾ മറ്റേ ചാപ്റ്ററിലുള്ളതാണേ. അപ്പോൾ ഈ എക്സിന് പകരം നിങ്ങൾ കൊടുക്കുന്ന നമ്പർ എത്രയാ? 40 കൊടുക്ക്. എക്സ് സിക്വൽ ടു 40 കൊടുക്കമ്പാനെ കഴിഞ്ഞു. 40 പ്ലസ് വൈ അതേപോലെ സിക്വൽ ടു 70. മര്യാദ ചെയ്തോ. ഓക്കെ, 70. ഓക്കെ, ഈ പ്ലസ് കാണണം അല്ലേ? പ്ലസ് വൈനവിടെ കാണണം. അപ്പോൾ ഈ പ്ലസ് 40 ഇവിടുന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ
മൈനസ് ആവും. അപ്പോൾ y ഈസ് ഈക്വൽ ടു 70 മൈനസ് ആയിട്ട് മാറും. കാരണം പ്ലസ് 40 കൂടെ ഇപ്പോൾ മൈനസ് ആയിട്ടോ, മൈനസ് 40. അപ്പോൾ y ഈസ് ഈക്വൽ ടു 70 നിന്ന് 40 കുറച്ചാൽ 30. ദേ നമ്മുടെ ഉത്തരം. വീണ്ടും ഒരേ പൊളി സെറ്റ് ആൻസർ. അപ്പൊ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ എന്താ വിടണ്ട. സംഖ്യകൾ, ആദ്യത്തെ സംഖ്യ നമുക്ക് കിട്ടി 40, അടുത്ത സംഖ്യ നമുക്ക് കിട്ടി 30. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കൂട്ടിയാൽ 70 കിട്ടുന്നുണ്ട്, കുറച്ചാൽ 40, 30 കുറച്ചാൽ 10, കണ്ടോ, കുറച്ചാൽ 10, കൂട്ടിയാൽ 70 അതും കിട്ടുന്നുണ്ട്. ഇനി ഒന്ന് ഗുണിച്ചു നോക്ക്, ആ സാധനങ്ങൾ ഒന്ന് കൂട്ടിയൊക്കെ ഗുണിച്ചു നോക്ക്. അപ്പോൾ നമ്മുടെ സംഖ്യകളും നമ്മൾ ഒരേ പൊളി സെറ്റാക്കിയിട്ടുണ്ട്. 5 മാർക്ക് നിങ്ങളെ പോക്കറ്റിൽ. അപ്പോൾ എൻ്റെ പൊന്നു മക്കൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെട്ടോ? അത്യാവശ്യം ലെങ്തി ഉണ്ട്, പക്ഷെ മുഴുവനായിട്ട് കാണണം. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്നും കൂടെ കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്കുകൾ താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. നമ്മുടെ പരീക്ഷ എടുക്കുകയാണ്. അപ്പോൾ പരീക്ഷ എടുക്കുമ്പോൾ പരീക്ഷയ്ക്ക് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്കുകളും നിങ്ങൾക്ക് ഈ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ചോദിക്കാം. ഞാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതാണ്. വൈശാഖ് JR എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ID എന്ത് ചെയ്യാം, ഈ ഒരു ID നിങ്ങൾക്ക് ഡൗട്ട്സ് ചോദിക്കാം, നോ പ്രോബ്ലം. അതുപോലെ ഫീഡ്ബാക്കുകൾ അറിയിക്കണം, ഇതിലും അറിയിക്കണം, താഴെ കമൻറ്റ് സെക്ഷനിലും അറിയിക്കണം. കാരണം ഫീഡ്ബാക്കുകൾ കണ്ടിട്ടാണ് നമ്മൾ ഓരോ ക്ലാസ്സുകൾ ഇടാൻ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ തരുന്നത്. അപ്പോൾ ആ ഫീഡ്ബാക്കുകൾ 2 എണ്ണത്തിലും കൂടെ എന്ത് ചെയ്തോളാം, അറിയിക്കാൻ മറക്കരുത്. ഫീഡ്ബാക്കുകൾ പ്രത്യേകം ഞാൻ നിങ്ങളെ നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ ഞാൻ റീപ്ലൈ തരും. പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ സാറ് അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഫീഡ്ബാക്കുകൾ ഇടാൻ മറക്കല്ലേ, താഴെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ ഐഡിയിലും നമ്മുടെ ഈ ഒരു ഫീഡ്ബാക്കുകളൊക്കെ ഇടാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതാ ലൈക്ക് ചെയ്യാൻ കൂടെ മറക്കല്ലേ. നമ്മൾ ക്ലാസ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണും വരേക്കും. It's me, VCR signing off. Thank you.